ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നിങ്ങൾക്കിങ്ങനെ കിച്ചണിൽ ഒത്തിരി സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു ലേസി മൂഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, എന്നാൽ കുക്ക് ചെയ്യും വേണം എന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ ഈസി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സവോളയുടെ വഴറ്റലുകൾ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നമ്മളുടെ ഈ ചിക്കൻ റോസ്റ്റിന് വേണ്ടി ഞാനൊരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, കാരണം കുതിർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മല്ലിയും കൂടെ ചേർത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുക്കുക. വിനെഗർ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുക, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ വിനെഗറും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മീഡിയം വലിപ്പത്തിലുള്ള സവോള അത്യാവശ്യം വലുതായി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കുക, പിന്നെ തക്കാളി, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ച മുളകും മല്ലിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച മല്ലി മുളകൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് വേപ്പില ഇതുപോലെ ഒന്ന് ചീന്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ വേപ്പില കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോള അതുപോലെ മല്ലി ഉണക്കമുളകൊക്കെ കൂടെ അരച്ചത് ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ആ മിക്സിയുടെ ജാറ് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരല്പം മാത്രം മതിയാവും. വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അത് ക്ലീൻ ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് ഈ ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഈ സമയത്താവുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 1-2 തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ്സ് സമയം കൂടി ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലൊന്ന് ഡ്രൈ ആയി വരുവേ. ഇപ്പം നല്ല ഡ്രൈ ആയി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ചെയ്യാൻ. നമ്മൾ സവോളയൊന്നും വഴറ്റി ഒരുപാട് സമയമൊന്നും കളയുന്നില്ല. സവോളയൊക്കെ മൊത്തം എല്ലാം കൂടി അരച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കോമ്പിനേഷനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കുറച്ച് വേപ്പിലയൊക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ